ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ വിലക്കി ബാർ കൗൺസിൽ. കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് വിലക്കേർപ്പെടുത്തിയത്. കേരള ബാർ കൗൺസിൽ യോഗം ചേർന്നാണ് നടപടി സ്വീകരിച്ചത്. കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ സ്ഥിരം വിലക്കെന്ന് ബാർ കൗൺസിൽ. ഇത്രയും നിന്ദ്യമായ നടപടി ചെയ്ത അഭിഭാഷകൻ ശ്രീ ബെയ്ലിൻ ദാസിനെ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും കേരള ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നു. മാത്രവുമല്ല, ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ വിലക്കിയ നടപടി ബാർ കൗൺസിലിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തീരുമാനം വരുന്നതുവരെ, അതിൻ്റെ അന്തിമമായ തീരുമാനം വരുന്നതുവരെ ഈ അഭിഭാഷകനെ കോടതികളിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുന്നതിന് ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഈ ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ബെയിലിനെ അവിടെ നിന്നും കടന്നു കളയാൻ അഭിഭാഷകർ കൂടി സഹായിച്ചു എന്ന ആരോപണങ്ങളും വാർത്തകളും നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഏതായാലും ബാർ കൗൺസിലിന്റെ നടപടി എത്തിയിരിക്കുന്നത്. എന്താണ് അവർ ഇക്കാര്യങ്ങളിൽ നൽകുന്ന വിശദീകരണം? ലക്ഷ്മി, ഈ വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അഭിഭാഷകന്റെ അംഗത്വം റദ്ദാക്കണം എന്ന ശുപാർശ ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ ബാർ കൗൺസിലിന് നൽകിയിരുന്നു. കേരള ബാർ കൗൺസിൽ ഈ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇയാളെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ളത്. കോടതികളിലും അതുപോലെ ട്രിബ്യൂണലുകളിലും മറ്റ് അതോറിറ്റികളിലും പ്രാക്ടീസ് ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ യോഗം പിരിഞ്ഞിട്ടുള്ളത്. യോഗത്തിന്റെ തീരുമാനം അത്തരത്തിലാണ്. ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത്തരത്തിലൊരു നടപടി. ഇതിൽ അന്തിമമായി ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ സ്ഥിരമായി വിലക്കും എന്ന് ബാർ കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നത് പ്രഥമ ദൃഷ്ട്യാ വസ്തുതാപരമാണ് എന്ന് ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇന്നിപ്പോൾ ഈ ബാർ കൗൺസിൽ അടിയന്തരമായി ഓൺലൈനിൽ യോഗം ചേർന്നത്. അഭിഭാഷക ഷാമിലി ജസ്റ്റിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്നും സംഭവ സ്ഥലത്തെത്തുമ്പോൾ അഭിഭാഷക ഭർത്താവിനും ബന്ധുക്കൾക്കൊപ്പമായിരുന്നു എന്നും ട്രിവാൻഡ്രം ബാർ അസോസിയേഷന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ബാർ കൗൺസിൽ പരിശോധിച്ചു. ഏതായാലും അഭിഭാഷകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ബാർ കൗൺസിൽ തയ്യാറായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാക്ടീസിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള നടപടി, അതായത് ഇയാൾക്കെതിരെയുള്ള നടപടി പൂർത്തിയാകുന്നതുവരെ ഒരു കോടതികളിലും പ്രാക്ടീസ് ചെയ്യരുത് എന്ന വിലക്കാണ് ഇപ്പോൾ ബാർ കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന്.